ബ്രാൻഡ് വിജയിക്കണമെങ്കിൽ എന്തൊക്കെ വേണം? നല്ല ഉൽപ്പന്നമായിരിക്കണം. അത് മാത്രം മതിയോ? നല്ല പരസ്യം വേണം. ആളുകളുടെ വിശ്വാസ്യത പിടിച്ചു വരണം, അല്ലെ? ഇത്രയൊക്കെ ചെയ്താൽ ഒരു കമ്പനിക്ക് വിജയിക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു കാലത്ത് ഇന്ത്യയിൽ. ഈ സാഹചര്യമൊക്കെ ഇപ്പൊ മാറി. ഇപ്പൊ ഒരു ബ്രാൻഡ് മാർക്കറ്റിൽ തകരാതിരിക്കാൻ മതം, ജാതി, ഭാഷ, ദേശീയത അങ്ങനെ തൊട്ടാൽ മുറിയുന്ന ഒരു 100,000 വികാരങ്ങളെ തൃപ്തിപ്പെടുത്തുക കൂടി ചെയ്താലേ ഇന്ത്യയിൽ കോർപ്പറേറ്റുകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നായിട്ടുണ്ട്. തുടർച്ചയായ ബഹിഷ്കരണങ്ങൾ. കഴിഞ്ഞ 10 വർഷകാലം മോദി ഭരണകാലം രാജ്യത്തെ കോർപ്പറേറ്റ് കമ്പനികൾ നേരിട്ട വിദ്വേഷങ്ങൾ. ഡാബർ, സൊമാറ്റോ, സർഫ് എക്സൽ, ഫാബ് ഇന്ത്യ, തനിഷ്ക്, മലബാർ ഗോൾഡ് പോലുള്ള ജ്വല്ലറികൾ. ഏറ്റവും ഒടുവിൽ ഇതാ ലെൻസ്കാർട്ട് എന്ന കന്നഡ കമ്പനി. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ബഹിഷ്കരണ ആഹ്വാനം നേരിട്ട കമ്പനികളുടെ വലിയൊരു പട്ടിക തന്നെയുണ്ട് നമ്മൾക്ക് മുന്നിൽ. സോഷ്യൽ മീഡിയ എങ്ങനെയാണ് ഈ കമ്പനികളുടെ വളർച്ചയിൽ ഇടപെട്ടത്? ഇന്ത്യയിൽ ആഴത്തിൽ വേര് പിടിച്ചുകൊണ്ടിരിക്കുന്ന വലതുപക്ഷ വിദ്വേഷ രാഷ്ട്രീയം എങ്ങനെയാണ് കോർപ്പറേറ്റുകൾക്കെതിരെ പ്രവർത്തിക്കുന്നത്? 2000 മുതൽ 2026 വരെയുള്ള ഇന്ത്യയിലെ കോർപ്പറേറ്റ് ബഹിഷ്കരണങ്ങളുടെ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കാം. ഏറ്റവും പുതിയത് ലെൻസ്കാർട്ടിനെതിരെ നടക്കുന്ന ഹെയ്റ്റ് ക്യാമ്പയിൻ ആണ്. പ്രമുഖ ഐവെയർ ബ്രാൻഡായ ലെൻസ്കാർട്ടിലെ ജീവനക്കാർ പൊട്ടും സിന്ദൂരവും മാലയും ധരിക്കാൻ പാടില്ലെന്ന കമ്പനിയുടെ ഒരു വ്യാജ സ്റ്റൈൽ ഗൈഡ് പ്രചരിച്ചതോടെ നോ ബിന്ദി നോ ബിസിനസ് എന്ന ഹാഷ്ടാഗ് ഇന്ത്യയിൽ ട്രെൻഡിംഗ് ആയി. ബോയ്കോട്ട് ലെൻസ്കാർട്ട്, ആന്റി ഹിന്ദു ലെൻസ്കാർട്ട് എന്നീ ഹാഷ്ടാഗുകളും അതോടൊപ്പം പ്രചരിച്ചു. കമ്പനി ഹൈന്ദവ ചിഹ്നങ്ങൾ നിരോധിച്ചു എന്നായിരുന്നു ക്യാമ്പയിൻ. ഗുഡ്ഗാവ് ആസ്ഥാനമായുള്ള ഈ കമ്പനിയുടെ ഓഹരി വിപണിയിൽ പോലും ഇതിന്റെ പ്രതിഫലനം ഉണ്ടായി. പിന്നീട് തങ്ങൾ ഇന്ത്യൻ കമ്പനിയാണെന്നും ജീവനക്കാരുടെ വിശ്വാസങ്ങളെ എതിർക്കാറില്ലെന്നും കമ്പനിക്ക് ഔദ്യോഗികമായി തന്നെ വിശദീകരിക്കേണ്ടി വന്നു. ഈ കാലയളവിൽ തന്നെയാണ് നാസിക്കിലെ TCS ഓഫീസിനെതിരെ ലവ് ജിഹാദ് ആരോപണങ്ങൾ ഉയർന്നത്. പക്ഷേ ഈ ആരോപണങ്ങൾക്കൊന്നും തെളിവുകളില്ല എന്നാണ് FIR അടക്കമുള്ള രേഖകൾ തെളിയിക്കുന്നത്. യഥാർത്ഥത്തിൽ TCSൽ എന്താണ് നടന്നത് എന്നതിനെ കുറിച്ച് OBCയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വായിക്കാം. മതസൗഹാർദ്ദ സന്ദേശം നൽകുന്ന പരസ്യങ്ങളോട് വലിയ തോതിലുള്ള അസഹിഷ്ണുത ഇന്ത്യയിൽ വളർന്നു വരുന്നുണ്ട്. തീവ്ര ഹിന്ദുത്വ നിലപാട് പ്രചരിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളാണ് പലപ്പോഴും ഈ പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. 2019 മാർച്ചിൽ സർഫ് എക്സൽ പുറത്തിറക്കിയ രംഗ്ലായ സംഘ് എന്ന പരസ്യം ഒരു ഉദാഹരണം. ഹോളി ആഘോഷങ്ങൾക്കിടയിൽ വെളുത്ത വസ്ത്രത്തിൽ നിറങ്ങൾ പുരളാതെ തന്റെ മുസ്ലിം സുഹൃത്തിനെ പള്ളിയിൽ എത്തിക്കാൻ സഹായിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ആ പരസ്യത്തിലെ താരം. ആ പരസ്യം ഹിന്ദു വികാരം വ്രണപ്പെടുത്തുന്നുവെന്നും അത് ലവ് ജിഹാദ് പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും ആരോപിച്ച് ബോയ്കോട്ട് സർഫ് എക്സൽ എന്ന ഹാഷ്ടാഗ് എക്സിൽ വലിയ തോതിൽ പ്രചരിച്ചു. സർഫ് എക്സൽ എന്ന കമ്പനിക്കെതിരെ വലിയ വിദ്വേഷ പ്രചാരണമാണ് അന്ന് നടന്നത്. 2020 ഒക്ടോബറിൽ ഇന്ത്യയിലെ പ്രമുഖ ജ്വല്ലറി ബ്രാൻഡായ തനിഷ്കും സമാനമായ സൈബർ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. തനിഷ്കിന്റെ ഏകത്വം എന്ന പരമ്പരയിലെ ഒരു പരസ്യമായിരുന്നു വിവാദമായത്. ഒരു മുസ്ലിം കുടുംബം തങ്ങളുടെ ഹിന്ദുവായ മരുമകൾക്കായി വളകാപ്പ് ചടങ്ങ് നടത്തുന്നതായിരുന്നു ഇതിലെ പ്രമേയം. ഈ പരസ്യത്തെ വിദ്വേഷ പ്രചാരകർ ലവ് ജിഹാദായി മുദ്രകുത്തി. ഓൺലൈൻ ആക്രമണം അതിരൂക്ഷമായതോടെ തനിഷ്ക ആ പരസ്യം പിൻവലിക്കാൻ പിന്നീട് നിർബന്ധിതരായി. 2021 സെപ്റ്റംബറിൽ ID ഫ്രഷ് ഫുഡ് എന്ന ബ്രാൻഡിനെതിരെ സംഘടിതമായി വ്യാജ വാർത്ത പ്രചരിപ്പിച്ചു. ID ഫ്രഷിന്റെ ദോശ, ഇഡലി മാവ് അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ കാലത്തിനുള്ളിൽ വലിയ തോതിൽ മാർക്കറ്റ് പിടിച്ചവയാണ്. ഒരു വർഗീയ ലക്ഷ്യത്തോടെ പ്രചരിപ്പിച്ച വാട്സ്ആപ്പ് സന്ദേശമായിരുന്നു ഇതിന്റെ തുടക്കം. ID ഫ്രഷിന്റെ ഇഡലി, ദോശ മാവുകളിൽ മൃഗക്കൊഴുപ്പും എല്ലുപൊടിയും കലർത്തുന്നു എന്നായിരുന്നു ആ വ്യാജ വാർത്ത. ഇതോടൊപ്പം കമ്പനി മുസ്ലിങ്ങളെ മാത്രമേ ജോലിക്ക് എടുക്കുള്ളൂ എന്നും ഹലാൽ അജണ്ടയാണ് ഇതിന് പിന്നിലുള്ളത് എന്നും വ്യാജ പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി. കമ്പനി സ്ഥാപകരുടെ മതപശ്ചാത്തലം പോലും ഈ വിദ്വേഷ പ്രചാരണത്തിന് ആയുധമാക്കി. തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ 100% സസ്യാഹാരമാണെന്നും ഇത്തരം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പിന്നീട് കമ്പനി വിശദീകരിച്ചു. പല കാലങ്ങളായി കൃത്യമായ ഇടവേളകളിൽ സൈബർ അറ്റാക്ക് നേരിടുന്ന ബ്രാൻഡുകളാണ് ലുലു ഗ്രൂപ്പും മലബാർ ഗോൾഡും. 2022 ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ലുലു മാൾ തുറന്നതിന് പിന്നാലെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. മാളിനുള്ളിൽ ചിലർ നമസ്കരിക്കുന്നു എന്നായിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞത്. ഉടനെ തന്നെ മാളിനെതിരെ വലിയ ബഹിഷ്കരണ ആഹ്വാനങ്ങൾ ഉയർന്നു. ഒടുവിൽ മാളിനുള്ളിൽ മതപരമായ പ്രാർത്ഥനകൾ നിരോധിച്ചുകൊണ്ട് നോട്ടീസ് പതിക്കാൻ ലുലു ഗ്രൂപ്പ് നിർബന്ധിതരായി. 2025 മലബാർ ഗോൾഡ് നേരിട്ടത് അതിനേക്കാൾ വലിയൊരു ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ ആയിരുന്നു. ഒരു പാകിസ്ഥാനി ഇൻഫ്ലുവൻസറുമായി ബ്രാൻഡിന് ബന്ധമുണ്ടെന്നായിരുന്നു ഒരു ആരോപണം. അതിലേറെ അപകടകരമായ മറ്റൊന്ന് മലബാർ ഗോൾഡ് മുസ്ലിം പെൺകുട്ടികൾക്ക് മാത്രമേ സ്കോളർഷിപ്പ് നൽകുള്ളൂ എന്ന വ്യാജ പ്രചാരണമായിരുന്നു. മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റ് ജാതിമത ഭേദമന്യേ എല്ലാവർക്കും സ്കോളർഷിപ്പ് നൽകുന്നുണ്ടെന്ന് വസ്തുതകൾ പരിശോധിച്ചാൽ വ്യക്തമാകും. ഞങ്ങൾ ഇത് ഫാക്ട് ചെക്ക് ചെയ്തിട്ടുണ്ട്. OBCയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്കത് വായിക്കാം. ഇന്ത്യയുടെ കോർപ്പറേറ്റ് ചരിത്രത്തെ 2014 മുൻപും ശേഷവും എന്ന് നമുക്ക് തിരിക്കാം. മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഹിന്ദുത്വ ഐഡിയോളജിയും
തീവ്ര ദേശീയതയും മുൻനിർത്തി ബ്രാൻഡുകളെ വേട്ടയാടുന്ന പ്രവണത തുടങ്ങിയത്. നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാ സംഭവങ്ങളും 2014 ശേഷം സംഭവിച്ചതാണ്. വർഗീയ വിദ്വേഷം പലപ്പോഴും നമ്മെ ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. 2019 എയർടെൽ കമ്പനിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം ഓർമ്മയില്ലേ? ഒരു മുസ്ലിം കസ്റ്റമർ കെയർ പ്രതിനിധിയോട് സംസാരിക്കാൻ വിസമ്മതിച്ചയാൾക്ക് ലഭിച്ച ഓൺലൈൻ പിന്തുണ ഭയാനകമായിരുന്നു. മോദി ഭരണകാലത്ത് സോഷ്യൽ മീഡിയ വെറും ഒരു ആശയവിനിമയ ഉപാധിയല്ല, മറിച്ച് സംഘടിതമായ വിദ്വേഷം വളർത്താനുള്ള ഒരു ആയുധമായി മാറി. ഒരു ചെറിയ പോസ്റ്റ് പോലും മിനിറ്റുകൾക്കുള്ളിൽ വലിയൊരു വർഗീയ പ്രചാരണമാക്കി മാറ്റാൻ കഴിയുന്ന ശൃംഖലകൾ ഇന്ന് ഇന്ത്യയിൽ സജീവമാണ്. മതപരമായ വിദ്വേഷം മാത്രമല്ല, ഹോമോഫോബിയ വളർത്തുകയും ചെയ്യുന്നുണ്ട് ഈ വെറുപ്പിന്റെ വ്യാപാരികൾ. 2021 ഡാബർ എന്ന കമ്പനി നേരിട്ടത് ഇത്തരം ഒരു വെറുപ്പായിരുന്നു. സ്വവർഗ ലൈംഗികതയെ നോർമലൈസ് ചെയ്ത ഈ പരസ്യത്തിൽ കർവ ചൂത്ത് എന്ന വടക്കേ ഇന്ത്യൻ ഹൈന്ദവ ആചാരം അനുഷ്ഠിക്കുന്ന ലെസ്ബിയൻ ദമ്പതികളെയാണ് ചിത്രീകരിച്ചത്. ഹിന്ദു ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന സ്വവർഗാനുരാഗികളായ പെൺകുട്ടികളെ പരസ്യത്തിൽ ചിത്രീകരിച്ചത് ഹിന്ദുത്വവാദികളെ പ്രകോപിപ്പിച്ചു. പരസ്യം ഇന്ത്യൻ സംസ്കാരത്തിന് വിരുദ്ധമാണെന്ന് ആരോപിച്ച് ഡാബറിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. പുരോഗമനപരമായ ഒരു സാമൂഹ്യ മാറ്റത്തെ തങ്ങളുടെ ഉൽപ്പന്നത്തിന്റെ പ്രൊമോഷൻ ഉപയോഗിക്കാൻ ശ്രമിച്ചത് വർഗീയവാദികൾക്ക് പിടിച്ചില്ല. മതവികാരം എന്നതുപോലെ തന്നെ ലിംഗനീതിയും സ്വവർഗാനുരാഗികളുടെ അവകാശങ്ങളും വലതുപക്ഷത്തിന്റെ ബോയ്ക്കോട്ട് രാഷ്ട്രീയത്തിൽ ആയുധമാക്കപ്പെടുന്നു എന്നതിന്റെ തെളിവാണ് ഡാബർ വിഷയം. ഈ വിദ്വേഷ വ്യവസായത്തിന് ഒരു സംഘടിത സ്വഭാവമുണ്ടോ? തീർച്ചയായും ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായി ഇത്തരം കോർപ്പറേറ്റ് ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്യുന്ന ചില സ്ഥിരം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുണ്ട്. ഈ അക്കൗണ്ടുകളാണ് പലപ്പോഴും വെറുപ്പിന്റെ പ്രഭവ കേന്ദ്രം. ഹേറ്റ് ക്യാമ്പയിനുകൾക്ക് വൻതോതിൽ പ്രചാരം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇങ്ങനെ സ്ഥിരം ചില ഐഡികളാണ്. OBC ഇത്തരം അക്കൗണ്ടുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേക്കുറിച്ച് കൂടുതൽ വിശദമായ വായനയ്ക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. 2014 മുൻപ് പ്രതിഷേധങ്ങൾ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തെ ചൊല്ലിയായിരുന്നെങ്കിൽ ഇന്നത് മതം, സംസ്കാരം, ദേശീയത എന്നിവയിലൂന്നിയുള്ള രാഷ്ട്രീയമായി മാറി. മുൻപ് പത്രങ്ങളിലും ടിവിയിലും ദിവസങ്ങളെടുത്ത് രൂപപ്പെട്ടിരുന്ന പ്രതിഷേധങ്ങൾ ഇന്ന് എക്സിലും വാട്സപ്പിലും മിനിറ്റുകൾക്കുള്ളിൽ കാട്ടുതീ പോലെ പടരുന്നു. വസ്തുതകൾ പരിശോധിക്കാൻ പോലും സമയം നൽകാത്ത ഈ വേഗതയും അജ്ഞാത അക്കൗണ്ടുകളുടെ കൂട്ടായ ആക്രമണവും കാരണം കമ്പനികൾക്ക് ഉടൻ തന്നെ മാപ്പ് പറയേണ്ടി വരികയോ പരസ്യം പിൻവലിക്കേണ്ടി വരികയോ ചെയ്യുന്നു എന്നതാണ് മറ്റൊരു കാര്യം. ഇന്ത്യയിൽ കോർപ്പറേറ്റ് ബഹിഷ്കരണങ്ങൾ സോഷ്യൽ മീഡിയയ്ക്ക് മുൻപേ തന്നെയുണ്ട്. പക്ഷേ അന്നത്തെ പ്രതിഷേധങ്ങൾ തികച്ചും വ്യത്യസ്തമായിരുന്നു എന്ന് മാത്രം. ഭോപ്പാൽ വാതക ദുരന്തമോ പ്ലാച്ചിമടയിലെ കൊക്കക്കോള വിരുദ്ധ സമരമോ പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം വ്യക്തമാകും. അവയൊക്കെ പരിസ്ഥിതി നാശത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കുമെതിരെ ജനങ്ങൾ നടത്തിയ നീതിപൂർവമായ പോരാട്ടങ്ങളായിരുന്നു. കൃത്യമായ കാരണങ്ങളും തെളിവുകളും ആ സമരങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞൊരു ദശകത്തിനിടയിൽ, പ്രത്യേകിച്ച് 2014 ശേഷം, ഈ പ്രതിഷേധങ്ങളുടെ സ്വഭാവം പാടെ മാറി. മതം, സംസ്കാരം, അതിതീവ്ര ദേശീയത എന്നിവയാണ് ഇന്ന് കോർപ്പറേറ്റ് വിരുദ്ധ ക്യാമ്പയിനുകളുടെ പ്രധാന ഇന്ധനം. ഒരു പരസ്യം, ഒരു വസ്ത്രധാരണ രീതി, അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നത്തിന്റെ പേര്, ഇവയെല്ലാം വർഗീയമായി വ്യാഖ്യാനിക്കുന്നു. വസ്തുതകൾ പുറത്തു വരുന്നതിന് മുൻപേ തന്നെ സംഘടിതമായ ഓൺലൈൻ ശൃംഖലകൾ വഴി വിദ്വേഷം പടരുന്നു. ഹിന്ദുത്വ ഐഡിയോളജിയുടെ തീവ്രമായ കടന്നുകയറ്റമുള്ള വിദ്വേഷ ക്യാമ്പയിനുകൾ. ഈ വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ ബ്രാൻഡുകൾ നിലപാടെടുത്ത ചരിത്രവും നമുക്ക് മുന്നിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് 2019 സൊമാറ്റോ നേരിട്ട ബഹിഷ്കരണം. ഒരു മുസ്ലിം ഡെലിവറി ബോയുടെ പക്കൽ നിന്ന് ഭക്ഷണം സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് ഒരാൾ എക്സിലിട്ട പോസ്റ്റാണ് ഈ വിവാദങ്ങളുടെ തുടക്കം. ശ്രാവണമാസം ആചരിക്കുന്നതിനാൽ മുസ്ലിമിന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുന്നത് തന്റെ വിശ്വാസങ്ങൾക്ക് എതിരാണെന്നായിരുന്നു ഇയാൾ എക്സിൽ കുറിച്ചത്. എന്നാൽ ആ ഉപഭോക്താവിനെ പ്രീണിപ്പിക്കുന്നതിന് പകരം സൊമാറ്റോ നൽകിയ മറുപടി അന്ന് വലിയ പ്രശംസ പിടിച്ചു പറ്റി. ഫുഡ് ഹാസ് നോ റിലീജിയൻ, ഭക്ഷണത്തിന് മതമില്ല എന്നായിരുന്നു സൊമാറ്റോയുടെ മറുപടി. മറുപടിയിലൂടെ വിദ്വേഷ പ്രചാരകർക്ക് വലിയൊരു തിരിച്ചടിയാണ് സൊമാറ്റോ നൽകിയതെങ്കിലും ഇതിന് പിന്നാലെയും സംഘടിതമായ ബഹിഷ്കരണ ശ്രമങ്ങൾ സൊമാറ്റോയ്ക്കെതിരെ നടന്നു എന്നതാണ് മറ്റൊരു വസ്തുത. ഇന്ത്യയിലെ കോർപ്പറേറ്റ് വിദ്വേഷ വ്യവസായത്തെ കുറിച്ച് OBCയുടെ വെബ്സൈറ്റിൽ വിശദമായി വായിക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ.